നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാനിന്ന് അജ്മാൻ എന്ന എമിറേറ്റിലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ ഒരു എമിറേറ്റാണ് അജ്മാൻ. വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എമിറേറ്റാണ് അജ്മാൻ. തീർച്ചയായും മറ്റ് എമിറേറ്റ്സുകളെ പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ എല്ലാ എമിറേറ്റ്സിലുമുണ്ട്. അതുപോലെ തന്നെയാണ് അജ്മാനിലും. ബിസിനസ് രംഗത്തും തൊഴിൽ രംഗത്തും ഒട്ടനവധി പ്രവാസി മലയാളികളെ അജ്മാനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായി പ്രവാസ ജീവിതം ആരംഭിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും സത്യസന്ധതയും പിൽക്കാലത്ത് അവർ ചൂസ് ചെയ്യുന്ന മേഖലയിൽ വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്നു. ഇന്ന് അത്തരത്തിലുള്ള ഒരു മലയാളിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴിൽ നിന്നും ഏതാണ്ട് 10 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച ശ്രീ റിയാദാണ് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം ഇന്ന് മനാമ ടൈപ്പിംഗ് സെൻറ്റർ എന്ന പ്രസ്ഥാനം 3 എമിറേറ്റുകളിലായിട്ട് നടത്തുന്നു. ഒന്ന് ദുബായ്, ഷാർജ, അജ്മാൻ. ഇത് വളരെയധികം പ്രത്യേകതയുള്ള ഒരു ബിസിനസ് സെൻറ്ററാണ്. കാരണം ഓരോ എമിറേറ്റ്സിനും അതിൻ്റേതായ നിയമവശങ്ങളുണ്ട്. ആ നിയമവശങ്ങളിൽ ഒരുപക്ഷെ നമുക്കിപ്പോൾ അജ്മാനിലൊരു ബിസിനസ് സംരംഭം തുടങ്ങണമെങ്കിൽ അജ്മാനിൽ മാത്രമാണ്, അവിടെ മാത്രമേ നമുക്ക് സ്പോൺസറേയും അവിടുത്തെ എമിഗ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ എമിറേറ്റിൻ്റെ കീഴിൽ ആ എമിറേറ്റിൽ മാത്രമേ നമുക്ക് ബിസിനസ് സംരംഭം തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ ഈ 3 എമിറേറ്റ്സുകളിലും ഒരുപോലെ ബിസിനസ് സംരംഭം നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ് റാക്കോ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മനാമ ടൈപ്പിംഗ് ആൻഡ് ബിസിനസ് സൊല്യൂഷൻസ്. ഒരു ബിസിനസ് സംരംഭത്തെ വിജയത്തിലേക്ക് എത്തിക്കണമെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യണമെന്നുള്ളത് തീർച്ചയായും നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. ഇന്ന് 3 എമിറേറ്റുകളുമായി 7 പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് റിയാദിനെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരം ചിറയൻകീഴാണ് ജന്മദേശം. അതെ. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് നേരത്തെ അജ്മാനിലായിരുന്നു. അജ്മാനിൽ നിന്ന് ഏകദേശം ഒരു 15 വർഷം മുമ്പ് ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് വന്നു. ഇപ്പം നാട്ടിൽ ഒരു പ്രവാസി മലയാളിയായിരുന്നു. എത്രാമത്തെ മകനായിരുന്നു? ഞാൻ മൂത്ത മകനാണ്. മൂത്ത മകനാണ്. ബാക്കി താഴെ ഒരു അനുജത്തി, ഒരു അനുജൻ ഇന്ന് എൻ്റെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ ഒരു ഓഫീസിൻ്റെ ഇൻചാർജാണ്, മാനേജറാണ്. സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ചിറയൻകീഴാണ്. സ്കൂൾ വിദ്യാഭ്യാസം ചിറയൻകീഴ് പ്രേം നസീർ മെമ്മോറിയൽ സ്കൂള്, ഡിഗ്രിക്ക് പാങ്ങോട് മന്നാനിയ കോളേജ്. അവിടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം നേരെ ഗൾഫിലേക്ക് എത്തി. പിതാവിന്റെ പാത പിന്തുടർന്നു എന്ന് വേണം പറയാൻ. പിതാവ് ഏകദേശം അങ്ങനെ പറയാം. ചിറയൻകീഴ് വളരെ പ്രത്യേകതയുള്ള നാടാണ്. ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രവും പ്രേം നസീറിന്റെ ജന്മനാട്, മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മനാട് ചിറയൻകീഴ്. അങ്ങനെ ചിറയൻകീഴിന് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കയർ ബിസിനസ്സിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ടൂറിസം മേഖല ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ്. ആ ഒരു ജന്മദേശം താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? കാരണം ഏതൊരു വ്യക്തിയും എവിടേക്ക് നമ്മൾ ഉയരങ്ങളിൽ എത്തിച്ചേരുമ്പോഴും ആ കുട്ടിക്കാലവും ആ ജന്മദേശവും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടാവും. ഞാൻ വിദ്യാഭ്യാസം കാണുമ്പോൾ തന്നെ എനിക്കവിടെ ധാരാളം വിദ്യാഭ്യാസത്തിനൊപ്പം മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെടാൻ ധാരാളം കഴിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ മേഖല വെച്ചാൽ ഞങ്ങളുടെ ചെറിയ ഞാൻ പ്രോപ്പർ വർക്ക് ജീവിക്കുന്നത് NES ബ്ലോക്ക് എന്ന് പറയുന്ന ഡീസൻ്റ് ബുക്ക് എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. അവിടെ അത്യാവശ്യം നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനും ജനങ്ങളായിട്ട് നല്ലൊരു രീതിയിൽ സഹകരിക്കാനും അപ്പം ആ ഒരു പ്രവർത്തനം ഇന്ന് എൻ്റെ ബിസിനസ് ധാരാളം ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നത്. കാരണം ഇന്ന് എന്നോടൊപ്പം ധാരാളം എൻ്റെ നാട്ടിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അത് ആ ജന്മനാടിൻ്റെ ഒരു സവിശേഷതയാണ്. കാരണം ആ കുട്ടിക്കാലത്ത് നമ്മുടെ സൗഹൃദങ്ങളിലൂടെ കടന്നുപോയതും ആ സാമൂഹിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഇടപെട്ടതും ആ ഒരു ബന്ധം നമ്മുടെ പിൽക്കാലത്ത് നമ്മൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ധാരാളം സ്വാധീനിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ദുബായിലേക്ക് വരുന്നത് 2006 സെപ്റ്റംബർ 26 ഏതൊരു പ്രവാസിയെയും പോലെ ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് ഈ മണ്ണിൽ വന്നിറങ്ങുന്നു. തീർച്ചയായും ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇവിടെ ഇതേ സെയിം മനാമ ടൈപ്പിംഗ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് വരുന്നത്. അന്നിവിടെ ഉള്ളത് ഒരു സ്റ്റാഫും, രണ്ടാമത്തെ സ്റ്റാഫായിട്ടാണ് ഞാൻ ഇവിടെ എൻ്റർ ആവുന്നത്.
ഏകദേശം അന്ന് ഓർമ്മയാണെങ്കിൽ റമദാൻ ആദ്യത്തെ നോമ്പാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. സഹായിക്കാൻ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇവിടുത്തെ ഒരു പുതിയ സിറ്റുവേഷന് കുറേ സ്വപ്നങ്ങളുണ്ടായിരുന്നു. കാരണം നാട്ടിലെ പിന്നെ ഫാദർ പ്രവാസിയാണെന്ന് പറയുമ്പോഴും പിന്നെ ഫാദർ ഇവിടെ നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോൾ ധാരാളം പ്രാരാബ്ദങ്ങളുടെ ഒരു മേഖലയിലായിരുന്നു നമ്മളുണ്ടായിരുന്നത്. പിന്നെ വാടക വീട്ടിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ അതൊക്കെ പിന്നെ അന്ന് കുറേ എയിമുകളുണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ. ഒന്ന് പെങ്ങളുടെ വിവാഹം, മറ്റ് സ്വന്തമായൊരു വീട്, പിന്നെ സമൂഹത്തിൽ അന്ന് ഫാദറിനുണ്ടായിരുന്ന ആ പഴയ നില അത് തിരിച്ചു പിടിക്കേണ്ട ഒരവസ്ഥ. ഇതൊക്കെ കുറേ സ്വപ്നം കണ്ടുകൊണ്ടാണ് കോളേജ് ജീവിതം കഴിഞ്ഞ് നേരെ എന്ത് ചെയ്തത് തുടർ പഠനം ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നേരെ പ്രവാസത്തിലേക്ക് വരാനുള്ള കാരണം മെയിനായിട്ടുള്ള കാരണം അതായിരുന്നു ജീവിത സാഹചര്യങ്ങളായിരുന്നു. ഫസ്റ്റ് മാസം ഞാൻ വാങ്ങുന്ന ശമ്പളം 300 ദിർഹംസാണ്. ആദ്യത്തെ ശമ്പളം. അപ്പോൾ അന്ന് ഞാനിങ്ങനെ വിലയിരുത്തിയിട്ടുണ്ട്, ഈ ശമ്പളം വെച്ചിട്ട് എത്ര നാൾ ജീവിച്ചാലാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്താലാണ് എൻ്റെ ഈ പ്രാരാബ്ദം ഒഴിക്കാൻ കഴിയുക. അന്ന് എൻ്റെ മുമ്പ് 0 ആയിരുന്നു, ശൂന്യമായിരുന്നു. അത് തുടർന്ന് ഏകദേശം ഒരു 4 വർഷം. അന്ന് അജ്മാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അന്ന് ഓൺലൈൻ സംവിധാനമൊന്നും ഇല്ലാത്തൊരു എമിറേറ്റാണ്. ഓൺലൈൻ സംവിധാനമാണ് ആദ്യം അജ്മാനിലേക്ക് വരികയാണ്. ഇമിഗ്രേഷൻ, ലേബർ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഓൺലൈൻ സംവിധാനം ആദ്യമായിട്ട് വരുന്നൊരു കാലഘട്ടം. അന്ന് മറ്റെല്ലാ മേഖലകളും സ്റ്റക്കായി. എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യണം എന്ന രീതിയിൽ ഇവിടെ പല ടൈപ്പ് സെൻ്ററുകളും എന്തായിരുന്നു സ്റ്റക്കായി നിൽക്കുന്നൊരവസ്ഥയാണ്. അന്ന് ഞങ്ങളുടെ ഇതിൻ്റെ ഓണർ അബ്ദുൽ ഖാദർ അബ്ദുൽ ലത്തീഫ് എന്ന ആളാണ്. ഇപ്പോൾ നമുക്ക് നല്ലൊരു പ്രചോദനം തോന്നും. എന്ത് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തുടങ്ങാം. ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്തു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റ് എല്ലാ സ്ഥലത്തെ കസ്റ്റമേഴ്സും ഞങ്ങളിലേക്ക് എന്ത് ചെയ്തു, ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ആ ഒരു ഒറ്റ ഇംപ്ലിമെൻറ്റിലൂടെ ഞങ്ങൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു. കൂടെ ഒരു സുഹൃത്തിനെയും കൂടെ കിട്ടി. യെസ്, കൂടെ അന്ന് എന്നോടൊപ്പം ഉള്ളത് അൻവർ എന്ന് പറയുന്ന ഒരു സുഹൃത്തുണ്ട്. തമിഴ്നാട് സ്വദേശിയാണ്. മൂപ്പര എൻ്റെ സീനിയറാണ്. അത് ഞാൻ ഓഫീസിൽ വരുന്ന സമയത്ത് ഏകദേശം ഓഫീസിൽ ഉണ്ടാകുന്ന മൂപ്പര് മാത്രമേ ഉള്ളൂ, ഒറ്റ എംപ്ലോയി ആണ് അന്ന് ഓഫീസിൽ ഉണ്ടാവുക. ഒപ്പം ഞാൻ വന്ന സമയത്ത് നമ്മൾ ഈ ഓൺലൈൻ കൂടി സംവിധാനം കൂടി വരുന്നത് കണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരുമിച്ച് നിന്ന് ഫുൾ സപ്പോർട്ട് മാനേജ്മെൻറ്റ് ഭാഗത്തുള്ളത് കൊണ്ട് ഞങ്ങൾ, അതായത് അന്ന് പിന്നെ ഇത് മറ്റു ടൈപ്പ് സെൻ്ററിൽ ചെയ്യാൻ ഭയക്കുന്നതെന്ന് വെച്ചാൽ തെറ്റിപ്പോയാലും ക്യാഷ് പോകും. ഓൺലൈൻ സംവിധാനത്തിൽ പിന്നെ ഇവിടുത്തെ ഇമിഗ്രേഷൻ ആപ്ലിക്കേഷൻ ആയാലും ലേബർ ആപ്ലിക്കേഷൻ റോങ് ആയി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ റിട്ടേൺ ഇല്ല, ക്യാഷ് ലോസ്, നോ റീഫണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ മാനേജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്തു. അത് ഡോണ്ട് കെയർ, യു വിൽ ചൂസ് ഇറ്റ്. റിസ്ക് ഞങ്ങൾ എടുക്കാൻ തയ്യാറായി. അതോടൊപ്പം ആ ഒരു സമയത്ത് മുഴുവൻ ഈ അജ്മാൻ ബസ്സിലെ കസ്റ്റമേഴ്സ് ഞങ്ങളിലേക്ക് എൻ്ററായി. അതൊരു ഫസ്റ്റ് നമുക്ക് വലിയൊരു പിന്നെ ഒരു കീ പോയിൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇവിടെ അന്ന് അജ്മാനിൽ ചൂസ് ചെയ്യുമ്പോൾ എല്ലാ ടൈപ്പ് സെൻ്ററിലും അജ്മാൻ ബേസ്ഡ് വർക്കാണ് നടന്നിരിക്കുന്നത്. ഞങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ മറ്റ് എമിറേറ്റ്സിലെ വർക്കിനെ കുറിച്ച് ആർക്കും അറിയില്ല. കാരണം അവിടേക്ക് പോയാൽ മാത്രമേ സാധിക്കൂ. അജ്മാനെ സംബന്ധിച്ചിട്ട് പിന്നെ ഒരു 90% റെസിഡൻസ് താമസിക്കുന്നത് ദുബൈ, ഷാർജ റെസിഡൻസാണ്. ഒരു 90%. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ അജ്മാൻ ഒരു പിന്നെ കോസ്റ്റ്ലെസ് ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ദുബൈയിലെയും ഷാർജയിലെയും റെസിഡൻറ്റ് വിസക്കാരാണ് കൂടുതലും അജ്മാനിൽ താമസിക്കുന്നത്. പിന്നെ അതിപ്പം ഇവർക്ക് എന്തായാലും ഒരു ടൈപ്പ് സെൻറ്റർ അല്ലെങ്കിൽ ഇവർക്ക് ഈ 2 ഇയർ അല്ലെങ്കിൽ 1 ഇയർ എന്തായാലും ഒരു ടൈപ്പ് സെൻറ്ററുമായിട്ട് ലിങ്ക് ചെയ്തേ പറ്റൂ, അവരുടെ ആവശ്യാർത്ഥം. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുകയും ഞങ്ങൾ ഷാർജ, ദുബൈ മേഖലയുടെ വർക്ക് അജ്മാനിൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓൺലൈൻ സംവിധാനത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അജ്മാനിൽ ഞങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ഞങ്ങൾ കൂടുതൽ കസ്റ്റമേഴ്സ് ഞങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. കാരണം ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ഇമിഗ്രേഷൻ ക്ലിയറൻസ് അല്ലെങ്കിൽ ലേബറിന് ആവശ്യം വന്നിട്ട് ഒരു ദിവസം ലീവ് എടുത്തിട്ട് ദുബൈ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് രാത്രി ഡോക്യുമെൻറ്റ്സ് ഞങ്ങളിലേക്ക് എത്തിക്കും. അവർ ഡ്യൂട്ടി കഴിഞ്ഞ ശേഷം ഞങ്ങൾ പിറ്റേന്ന് രാത്രി എന്ത് ചെയ്യും, അവരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ക്ലിയർ ചെയ്ത് വയ്ക്കും. അവരുടെ ലീവ് ആവശ്യമില്ല, അവർക്ക് ഫുൾ സപ്പോർട്ട്. ഒരു ടൈപ്പിംഗ് സെൻറ്റർ എന്നതിലുപരി ഒരു ടൈപ്പിംഗ് സെൻറ്റർ അല്ലെങ്കിൽ ബിസിനസ് സൊല്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ UAE സംബന്ധിച്ചിട്ട് വളരെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ റൂൾ അറിയാമോ, ഒരു കൃത്യമായിട്ട് നടപ്പിലാക്കുന്ന ഒരു രാഷ്ട്രമാണ് UAE. ഇവിടുത്തെ ഏകദേശം ഒരു 70% ഇവിടെ UAE താമസിക്കുന്നത് പ്രവാസികളാണ്, അതായത് പിന്നെ മറ്റു രാജ്യക്കാരാണ്. എന്നാൽ ഈ നിയമമായിട്ട് ഇടപെടാൻ കഴിയാതെ ജീവിക്കാൻ കഴിയും, മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അവിടെ ഏക ആശ്രയം ഈ പറഞ്ഞ ഇതുപോലത്തെ ടൈപ്പിംഗ് സെൻ്ററാണ്. ഇവിടെയാണ് കൃത്യമായി അവർക്ക് നിയമങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ പ്രത്യേകിച്ച് മലയാളിയുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. കാരണം പിന്നെ സമാധാനപൂർവ്വമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയ കൺസെപ്റ്റാണ് മലയാളിക്ക്. കാരണം ഒരു കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പിന്നെ ഹയർ ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ക്രോസ് ചെയ്യാനോ നിൽക്കില്ല. കാരണം നമ്മുടെ മുമ്പ് വരുന്ന കസ്റ്റമർ എന്തായാലും 0 ആണ്, നമുക്ക് ബോധ്യമാണ്. ഒന്നും അറിയാത്ത ഒരാളാണ് നമ്മളിലേക്ക് വരിക. അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ഒരു കപ്പാസിറ്റി മലയാളിക്ക്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മലയാളിക്ക് മാത്രമേ അത് കഴിയുക. തീർച്ചയായും ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നായിരിക്കും ഇതൊക്കെ വരുന്നത്. കാരണം ഏതൊരു വ്യക്തിക്കും ഇവിടുത്തെ നിയമവുമായി ബന്ധപ്പെടേണ്ട നിത്യജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതുമായിട്ട് വരുന്നവർക്ക് ഒരു സൊല്യൂഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അണ്ടർ പ്രഷറിലാണ് അവർ വരുന്നത്. അപ്പോൾ തീർച്ചയായും ഒരു സൊല്യൂഷൻ കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്നുള്ളത് ബോധ്യമായി കഴിഞ്ഞാൽ
അതാണ് നമ്മുടെ വിജയത്തിന്റെ ഒരു പ്രധാന കാരണം അതാണ്. ഇന്ന് റാക്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ള എമിറേറ്റ്സിലും കൂടെ ഇംപ്ലിമെന്റ് ചെയ്തു. ദുബായ്, ഷാർജ, അജ്മാനിൽ തന്നെ 4 സെന്റർ ഉണ്ട്. മറ്റ് ഷാർജയില് എർമൂക്കുണ്ട്, പിന്നെ മൊബൈലിലുണ്ട്, ദുബായില് ഹോർലൻസ്, അബുഹൈൽ സെന്ററിന്റെ അടുത്തായിട്ട്. അപ്പോൾ ശരിക്കും ഈ 3 എമിറേറ്റ്സിലും ഓരോ നിയമങ്ങളായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ഒരു ലോ ആണെങ്കിലും പക്ഷേ പേപ്പേഴ്സ് വർക്കിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ഇവിടെ മെയിനായിട്ട് ലേബർ ലോ ആസ് എ ഒരു ഒറ്റ റൂളായിരിക്കും പിന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ. പക്ഷേ എമിഗ്രേഷൻ ലോ ഓരോ ഡിഫറെൻറ്റ് എമിറേറ്റ്സിലും ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആണ്. ഡിഫറെൻ്റ് ആയിട്ടാണ് അവിടെ എന്ത് ചെയ്യുക ലോകൾ വെച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടുത്തെ ആപ്ലിക്കേഷൻസ് 2 ടൈപ്സ് ആപ്ലിക്കേഷൻസ് പറയുക. ഒന്ന് അബുദാബി ബേസ്ഡ് ആപ്ലിക്കേഷൻസ്, സെക്കൻഡ് വൺ ദുബൈ ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. ദുബൈ ബേസ്ഡ് ആപ്ലിക്കേഷൻസ് മുഴുവനും ദുബൈ എമിറേറ്റ്സ് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കിയുള്ള മുഴുവൻ എമിറേറ്റ്സിനും അബുദാബിയാണ് ബേസ്ഡ് ആയിട്ട് ചെയ്യുന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ അജ്മാൻ ടൈപ്പിന് എന്തുകൊണ്ട് പറ്റത്തില്ല, ദുബൈ ആപ്ലിക്കേഷൻസ് ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. സ്പെഷ്യൽ അപ്രൂവൽ എവിടെ എടുക്കണം, ദുബായിലുള്ള എമിഗ്രേഷനിൽ നിന്ന് അപ്രൂവൽ എടുത്തിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ നിലവിൽ അജ്മാനിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഓരോ 3 എമിറേറ്റ്സിന്റെ നിയമങ്ങളെ മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. അജ്മാൻ വിസ ഉള്ള ഒരാൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാർജയിലാണ് താമസിക്കുന്നത്. അവിടുത്തെ റെന്റൽ അഗ്രിമെന്റിന്റെ കോപ്പി ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കഴിയില്ല, കാരണം അങ്ങനെ ഒരു നിയമമില്ല. അപ്പോൾ അതുപോലുള്ള പല സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ വിജയത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു വളരെ അത്യാവശ്യമാണ് ഇവിടുത്തെ ഒരു സ്പോൺസർ. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു ഓഫീസ് അറേഞ്ച്മെന്റ്, ഇവിടുത്തെ നിയമങ്ങൾ അത് പരിപാലിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്? നമ്മുടെ ടൈപ്പിസ്റ്റിൻ്റെ കീഴിൽ തന്നെ പിന്നെ ഒരു മറ്റു ടൈപ്പിസ്റ്റിൻ്റെ ഡിഫറൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ടീമുണ്ട്, മാർക്കറ്റിംഗ് ടീമുണ്ട്, PROs ഉണ്ട്. ഞങ്ങളിപ്പോൾ ഒരു ക്ലയൻറ്റ് എക്സാമ്പിൾ അജ്മാൻ വന്നിട്ട് പറയുകയാണ് ഞങ്ങൾക്ക് ഒരു ഷാർജയിലെ ലൈസൻസ് വർക്കിൻ്റെ ആവശ്യമുണ്ട്. ഞങ്ങൾ അപ്പോഴേക്ക് എന്ത് ചെയ്യുക, ക്ലയൻറ്റിൻ്റെ നേരെ ഞങ്ങൾ ഷാർജ ഡിപ്പാർട്ട്മെൻറ്റ് PR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്യും. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യും അവർ ഈസി ആയിട്ട് അവിടെ നിന്ന് ചെയ്തു കൊടുക്കും. അവർക്ക് ക്ലയൻറ്റിന് വരുന്ന വ്യത്യസ്ത പിന്നെ റിക്വയർമെൻറ്റ്സ് ആണ്. ചിലപ്പോൾ സ്പോൺസർ ഉണ്ടാവും, ചിലപ്പോൾ സ്പോൺസർ എല്ലാം ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് പിന്നെ ഓഫീസ് ഉണ്ടാവും, വിത്തൗട്ട് ഓഫീസായിരിക്കും. അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ നമ്മൾ ആ രീതിയിലാണ് ഡീൽ ചെയ്തുകൊണ്ട് അവരുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് അവരുടെ എന്താണോ ടേസ്റ്റ്, അവർക്ക് എന്താണോ അവരുടെ റിക്വയർമെൻറ്റ്സ്, തീർച്ചയായും അവരുടെ റിക്വയർമെന്റ്സ് പ്ലസ് അവരുടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കസ്റ്റമർ നമ്മുടെ മുമ്പിൽ നമ്മൾ ആദ്യം ആഗ്രഹിക്കുന്നത് അവരോട് നോ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവരുത്. കാരണം ഒരു ബഡ്ജറ്റ് എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊടുത്ത ഒരു ബിസിനസ് ഇനിഷ്യൽ നമ്മൾ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്കും വളരെ ലോ ബഡ്ജറ്റിൽ വേണം ബിസിനസ് ആരംഭിക്കാൻ. അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് അവരെ സഹായിക്കുന്ന ഒരു രീതിയാണ് താങ്കൾ. അതായത് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ ഞങ്ങളുടെ അടുത്ത് ലൈസൻസ് ഓപ്പണിംഗ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ അവരുടെ പിന്നെ ഒരു 4 months 6 month ബിസിനസ് ഉൾപ്പെടെയാണ് ഞങ്ങൾ അതിനെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു താങ്കൾ പറഞ്ഞതുപോലെ കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്സ് അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിനനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇന്ന് വളരെ കുറഞ്ഞ കാലം കൊണ്ട് മനാമ ടൈപ്പിംഗ് സെന്റർ എന്ന പ്രസ്ഥാനം ഇന്ന് 3 എമിറേറ്റുകളിലേക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ PRO വർക്ക് ഇപ്പോൾ ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ID-യുമായിട്ടുള്ള ഇപ്പോൾ എമിറേറ്റ്സ് ID-യുടെ മറ്റേ ഹെൽത്ത് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുതിയ നിയമം വന്നിട്ടുണ്ട്. പിന്നെ January 1 മുതൽ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് ദുബൈ എമിറേറ്റ്സിൽ. ഇപ്പോൾ അജ്മാനിൽ ഇൻഷുറൻസ് ചെയ്യുന്ന ഏക സ്ഥാപനം ഞങ്ങളാണ്. ഞങ്ങൾ ഡയറക്റ്റ് ഇൻഷുറൻസ് ഏജൻറ്റുമായി ചെയ്തിട്ട് ഞങ്ങൾ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ് ഇൻഷുറൻസ് ഫെസിലിറ്റി അവൈലബിൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓരോ നിയമങ്ങൾ വരുന്നു. കാരണം എന്ന് വെച്ചാൽ നിയമം പണ്ട് ഒരു ഒറ്റ ഷട്ടറിൽ തുടങ്ങിയിരുന്ന ടൈപ്പിംഗ് സെൻറ്റർ ഇന്ന് അതൊരു വളരെ സ്പേഷ്യസ് വേണമെന്നുള്ള റിക്വയർമെൻറ്റ്, അതും വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഇന്ന് താങ്കളുടെ ഓഫീസിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കൗണ്ടർ 1 2 ഇങ്ങനെ വെച്ച് ഓരോന്നും സ്പെസിഫിക്കേഷൻ കൊടുത്ത് നമ്മൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുക? അതിൻ്റെ പ്രയോജനം വെച്ചാൽ ഇപ്പോൾ ഒരു കസ്റ്റമേഴ്സ് വന്നാൽ നേരത്തെ നമ്മളൊരു ടൈപ്പിംഗ് സെൻ്റർ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഷട്ടറിൽ ടൈപ്പിംഗ് സെൻ്ററാണ് നേരത്തെ നിലനിന്നത്. അത് ഈ രാജ്യത്തിൻ്റെ നിയമം കൊണ്ടുവന്ന ഒരു പ്രധാന കാരണം പിന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു വളർച്ചയുടെ ഭാഗമാണ് ഇവിടുത്തെ ഒരു ഓഫീസുകൾ എന്ന് വെച്ചാൽ പിന്നെ ഉദാഹരണം ഇവിടെ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യപ്പെടുന്നത് പിന്നെ വിദേശികളെയാണ്. സ്വദേശികൾക്ക് വളരെ ചെറിയ പിന്നെ സ്ഥലങ്ങളിൽ മാത്രമേ അവർക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പാസ്പോർട്ടുള്ള ആൾക്കാർക്ക് വളരെ വിദേശികൾ. അപ്പോൾ അവരെ കംഫർട്ടാക്കാം. ഉദാഹരണത്തിന് ഇവിടെ വന്നാൽ ഇപ്പോൾ എമിറേറ്റ്സിൻ്റെ ഒരു സംഗതിയാണ് മസ്റ്റായിട്ട് ലേഡീസ് വെയിറ്റിംഗ് റൂം വേണം. ഇതൊരു കണ്ടീഷനാണ് എന്ന് വെച്ചാൽ ലേഡീസിൻ്റെ ഫെസിലിറ്റി. അപ്പോൾ ലേഡീസിന് സ്പെഷ്യൽ കൗണ്ടേഴ്സ് വേണം. അതുപോലെ പിന്നെ ഏജ്ഡ് ആയ ആൾക്കാർക്ക് സ്പെഷ്യൽ കൗണ്ടേഴ്സ് വേണം. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ് ചെയ്ത് കൗണ്ടേഴ്സ് വേണം.
തീർച്ചയായും പ്രസ്ഥാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ എംപ്ലോയീസാണ്. തീർച്ചയായും താങ്കളുടെ കരിയർ ആരംഭിക്കുന്ന ഒരു എംപ്ലോയി ആയിട്ട് Employee ആണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഒട്ടനവധി പേർ ജോലി ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന താങ്കൾക്ക് ഈ എംപ്ലോയീസിൻ്റെ സപ്പോർട്ട് എത്രത്തോളം കിട്ടുന്നു? ഇവിടുത്തെ എംപ്ലോയീസ് ഞങ്ങൾ എംപ്ലോയീസ് എന്നതിലുപരി ഞങ്ങൾ വളരെ ഫ്രണ്ട്ലിയാണ്. ഓണർ എംപ്ലോയി എന്നതിലുപരി ഞങ്ങളിപ്പം ഇവിടെ ഇരിക്കുന്നെങ്കിലും ഞങ്ങളെ വർക്കിംഗ് ടൈംസിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണാം ഞങ്ങളും യൂണിഫോം ഇട്ടായിരിക്കും ഞങ്ങളുടെ ഓഫീസിൽ ഉണ്ടാവുക. ഞങ്ങൾ എംപ്ലോയി എങ്ങനെയാണോ ഇവിടെ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ ഓഫീസിൽ ഉണ്ടാവില്ല, ഞങ്ങൾ കൗണ്ടറിലുണ്ടാവുക. എന്ത് വർക്കുണ്ടെങ്കിലും ഫ്രൈഡേ മുഴുവൻ എംപ്ലോയീസിന് ലീവ് കൊടുത്തിരിക്കണം. അത് എന്തുകൊണ്ട് അങ്ങനെ എടുക്കാൻ തീരുമാനമുള്ള കാരണം ഞങ്ങളത് അനുഭവിച്ചതാണ്. കാരണം ഒരു ദിവസം ഞങ്ങൾക്കൊരു കുടുംബക്കാരെ പോകാനോ കാണാൻ പോകാനോ അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങാനോ ടൈം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടുത്തെ ടൈപ്പിസിൻ്റെ കാര്യം ഒരു സാധാ രീതിയിലാണ് കാര്യങ്ങൾ പോകുക. ഞങ്ങൾ കൃത്യമായിട്ട് അവിടെ എയർ ടിക്കറ്റ് സംഗതികൾ ഇവിടുത്തെ ലേബർ ലോ എങ്ങനെയാണോ പാലിക്കുന്നത് അതുപോലെ ടൈമിങ്ങുകൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം ടൈപ്പ് സെൻ്ററുകൾ പോയിട്ടുണ്ടാവും, ചെക്ക് ചെയ്താൽ മനസ്സിലാവും. യൂണിഫോം സിസ്റ്റമുള്ള ടൈപ്പ് സെൻ്ററിൽ കാണാൻ കഴിയില്ല. ഞങ്ങൾ കൃത്യമായി യൂണിഫോം സിസ്റ്റം അവൈലബിൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ഫെസിലിറ്റീസുകൾ എന്തൊക്കെയോ ഒരു കമ്പനി എങ്ങനെയാണ് ഇത് നടക്കേണ്ടത്, കമ്പനി മീറ്റിങ്ങുകൾ അവർക്ക് പറയാനുള്ള അവസരങ്ങൾ ഞങ്ങൾ മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഓഫീസിലും മീറ്റിംഗ് വിളിക്കും. എന്നിട്ട് അവരിൽ നിന്ന് ഡയറക്റ്റ് അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ കേൾക്കും. അത് എന്താണോ സൊല്യൂഷൻസ് അവിടെ വെച്ച് ക്ലിയർ ആകാൻ പറ്റുന്നത് അവിടെ വെച്ച് ഞങ്ങൾ എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് കൊടുക്കും. ആ ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച രണ്ട് വ്യക്തികൾ നമ്മുടെ ഉപ്പായും ഉമ്മയാണ്. താങ്കൾ പറഞ്ഞു, കാരണം ഉപ്പ ഒരു പ്രവാസിയായിരുന്നു. ആ ഉപ്പ അന്നത്തെ ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തിനോടുള്ള ഒരു അഫെക്ഷൻ അത് ഒരുപാടുണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഗൾഫ് രാജ്യത്തേക്ക് വന്നത്. തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വിധി എന്നെ ഒരു പ്രവാസിയാക്കി മാറ്റുകയായിരുന്നു എന്ന് പറഞ്ഞു. എത്രത്തോളം താങ്കളുടെ ജീവിതത്തിൽ ഉപ്പായും ഉമ്മായി എന്ന് പറഞ്ഞാൽ ഉപ്പ ഇവിടുത്തെ ഏകദേശം ഒരു ബിസിനസ്സായിരുന്നു ഇപ്പോൾ നടത്തിക്കൊണ്ടത്. അതും അജ്മാലായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു 25-30 വർഷത്തോളം ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ അതായത് എൻ്റെ ഒരു 10-12 വയസ്സ് വരെ ഞങ്ങൾ നല്ലതുപോലെയാണ് ജീവിച്ചത്. പിന്നെ ഉപ്പാടെ ചില ബിസിനസ്സുകൾ തകരുകയും ധാരാളം കടബാധ്യതകൾ വെച്ചാൽ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഞാൻ വന്നെങ്കിൽ അതിനു മുമ്പ് ഞങ്ങൾക്ക് ധാരാളം അസറ്റ് ധാരാളം ഉണ്ടായിരുന്നു. ആ അസറ്റൊക്കെ ഈ കടബാധ്യതയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, വിൽക്കുകയും ആൾക്കാർ സെറ്റിൽ ചെയ്യാൻ കഴിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ആ ഒരു വിഷയത്തിൽ ഉപ്പ ഒരു എഫക്റ്റീവായിരുന്നു. ആ രീതിയിലെല്ലാം വിറ്റ് ക്ലിയർ ചെയ്ത് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറി. പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു എനർജി എന്നത് ഉപ്പയുടെ ആ സഹനമാണ്. കാരണം നമ്മളന്ന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞ കാരണം ലക്ഷങ്ങളും കോടികളും കടമൊക്കെ ഉണ്ടാകും. എന്നിട്ടും ഉപ്പായും ഉമ്മ എന്ത് ചെയ്യുന്നു, പിടിച്ചു നിന്നു. അതുവരെ എൻ്റെ മാതാവ് ആ നല്ല രീതിയിൽ സുഖമായിട്ട് ജീവിച്ചാണ്. പെട്ടെന്ന് ഈ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നേരെ എന്ത് ചെയ്യുന്നു, അതിനുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, മറ്റേ പശുവിൻ്റെ പാല് ഇതൊക്കെ എൻ്റെ ഉമ്മ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് ചുമന്നുകൊണ്ട് പോയിട്ട് വിറ്റിട്ട് എന്ത് ചെയ്തത് ഞങ്ങളെ സംരക്ഷിച്ചത്. ഇരുന്നിട്ട് അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ്. എന്നെ വല്ലാത്ത സ്വാധീനിച്ചൊരു സംഗതിയാണെന്ത് അവർ ആ രീതിയിൽ തീരുമാനം. കാരണം എന്ത് സംഭവിക്കാൻ പറ്റുന്ന സിറ്റുവേഷനിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തു, ആ ലെവലിലേക്ക് എത്തിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് അവിടെ നിന്ന് തുടർന്നും എനിക്കൊരു എനർജി എന്നത് അവിടെ നിന്നാണ്. കാരണം അത് നമ്മൾ കണ്ടപ്പോഴാണ് നമുക്ക് പ്രചോദനം വന്നത്. കാരണം ഏത് സാഹചര്യത്തിന് അനുസരിച്ചും നമുക്ക് ജീവിക്കാൻ കഴിയും എന്ന് മാതാപിതാക്കൾ നമ്മൾ കാണിച്ചു തന്നു. ഏത് പ്രതിസന്ധിയും ഒരു മനുഷ്യനെ സംബന്ധിച്ച് പ്രതിസന്ധിയുണ്ട്, സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നമില്ല.
എല്ലാ പ്രോബ്ലംസിനും സൊല്യൂഷൻ ഉണ്ടെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അത് പ്രതിസന്ധി ഉണ്ടാവും, ഒരു മനുഷ്യനാകുമ്പം സാമ്പത്തികമായും അല്ലെങ്കിൽ പല രീതിയിലും പ്രതിസന്ധി ഉണ്ടാവും. അത് പരിഹരിക്കുന്നിടത്താണ് അവൻ്റെ വിജയം ഉണ്ടാവുക. അവിടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. വിവാഹം കഴിച്ചിരിക്കുന്നത് കുടവൂർ, പിന്നെ മംഗലാപുരത്തിനടുത്തായി അവിടെ നിന്ന് വിവാഹം കഴിച്ചിട്ടുണ്ട്. വൈഫിൻ്റെ പേര് ആസിയ. കുട്ടികൾ 2 മൂത്ത മകൾ അദ്ന ഫാത്തിമ, പിന്നെ ഇവിടെ അല്ലമീർ സ്കൂളിൽ KG 1 പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ആസിം മുഹമ്മദ്, 2 വയസ്സായിട്ടുണ്ട്. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും റിയാദിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഒരു ബിസിനസ് ഒരു പർട്ടിക്കുലർ ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന ഒരാൾക്ക് തീർച്ചയായും ഫുൾ ടൈം ഇൻവോൾവ് ആവേണ്ട സമയങ്ങളിൽ തുടക്ക സമയത്തൊക്കെ ആവേണ്ടി വന്നിട്ടുണ്ടാവും. ഈ സമയത്തൊക്കെ പരാതിയില്ലാതെ പരിഭവങ്ങളില്ലാതെ നമ്മളെ പൂർണ്ണ പിന്തുണ നൽകുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായും ആ പിന്തുണ എനിക്ക് അന്നും ഇന്നും കിട്ടിക്കൊണ്ടിരുന്നു. കാരണം ഇന്ന് പിന്നെ രാവിലെ ഞാൻ യഥാർത്ഥത്തിൽ ഡ്യൂട്ടി ടൈം രാവിലെ ഇറങ്ങുന്നത് രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങും. പിന്നെ വീട്ടിൽ കയറുന്നത് രാത്രി 11 മണിക്കായിരിക്കും. പിന്നെ ആകെ ഫ്രീ ഉണ്ടാവുക വെള്ളിയാഴ്ച ദിവസങ്ങളായിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെ ഇവിടെ ചില സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, അതുമായിട്ട് കുറേ മിങ്കിളായിട്ട് അങ്ങനെയും പോകും. ഫാമിലിക്ക് കിട്ടുന്നതിൽ വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്. ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പം പിന്നെ ദുബൈയിൽ ബിസിനസ് തുടങ്ങിയ ശേഷം കൂടുതലും ദുബൈ ബേസ് ആയിരിക്കും ഞാൻ ഉണ്ടാവുക. പിന്നെ അജ്മാൻ ഇങ്ങനെ വരലാണ്. അത് നല്ല രീതിയിൽ പിന്നെ അവരെന്ത് ചെയ്തു നമ്മോട് സഹകരിക്കുന്നുണ്ട്. ഒപ്പം പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസം, അവരുടെ പിന്നെ എന്താണ് അവരെ പിന്നെ മുമ്പോട്ട് നയിക്കേണ്ടത്. അതിൽ പിന്നെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഞാൻ ഹാപ്പിയാണ്. ആ ഒരു സന്തോഷത്തോടെയാണ് ആ രീതിയിൽ നമ്മൾ സഹകരിക്കുന്നതും. പിന്നെ നമ്മുടെ എന്തായാലും പറയുക നമുക്കൊരു പിന്നെ സന്തോഷം, അതായത് എല്ലാ ടെൻഷനും പോയ വീട്ടിൽ പോയ ഒരു സമാധാനം ഉണ്ടാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതാണ് ഏറ്റവും വലിയ പ്രധാനം. കാരണം ഇവിടെ അഫ്കോഴ്സ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടെൻഷനാണ് എപ്പോഴും. അതൊരു ഏത് ബിസിനസ് ആയിരുന്നാലും പർട്ടിക്കുലർ ഈ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലാണ്. കാരണം ഒരു ഗവൺമെൻറ്റുമായി എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇവിടുത്തെ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ബിസിനസ്സിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ കൂടുതലാണ്. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് റിലാക്സ് ചെയ്യാൻ കിട്ടുന്നത് നമ്മൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിനൊരു അന്തരീക്ഷം തരുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ നമുക്ക് പകുതി വിജയിക്കാൻ കഴിയും. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യം തന്നെയാണ്. അത് നല്ലൊരു പിന്നെ എനിക്ക് സംബന്ധിച്ചിട്ട് പിന്നെ ഒരു വളരെ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കുടുംബത്തെ കാണുന്നത്. കാരണം എൻ്റെ കുടുംബം ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ എന്തിനു കൃത്യമായിട്ട് പിന്നെ അതോടൊപ്പം പിന്നെ മാതാപിതാക്കളുമായിട്ടുള്ള ഒരു പിന്നെ ഇൻട്രാക്ഷൻ, അവരുടെ ദുആ ഇപ്പോൾ എനിക്ക് ഇവിടെ ചില സമയങ്ങളിൽ ഞാൻ വിട്ടുപോയാലും, കാരണം ഈ തിരക്കിനിടയിൽ എനിക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല, 2 ദിവസം ഒരിക്കൽ വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ കുറവ് എൻ്റെ ഭാര്യ എന്ത് ചെയ്യും നികത്തും. കാരണം കൃത്യമായിട്ട് വിളിച്ച് പറയും, ഉപ്പ ഇതാണ് കാരണം, ഇതാണ് വിളിക്കാത്തത്. അത് എനിക്ക് സംബന്ധിച്ച് കാരണം എനിക്കൊരു ഓർമ്മപ്പെടുത്തലുണ്ടാവും, 2 ദിവസമായി വിളിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഓർമ്മയായി. പിന്നെ എന്ത് ചെയ്യും, അവരുടെ കാര്യത്തിൽ താങ്കളെക്കാൾ കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു കുടുംബം, അതും വലിയൊരു കാര്യം. വയസ്സായ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത നമുക്കുള്ളിൽ നിക്ഷിപ്തമാണ്. ഇതിനെല്ലാം നമുക്കൊരു ഭാഗ്യം എന്ന് പറയുന്ന നമുക്ക് ഇതിനെല്ലാം കണക്ട് ചെയ്ത് വരിക. നല്ല എംപ്ലോയീസിനെ കിട്ടുക, നല്ല സ്ഥാപനം കിട്ടുക, നല്ല അർബാബിനെ കിട്ടുക, നല്ല കുടുംബം, നല്ല രീതിയിലുള്ള ഒരു പ്ലസന്റ് മൂഡിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ഇതിനൊരു അനുഗ്രഹം തന്നെ നമുക്ക് വേണം. പടച്ച തമ്പുരാന്റെ അപാരമായ അനുഗ്രഹം. ആ ഒരു വിശ്വാസം പ്രാർത്ഥനയും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്? അത് തന്നെയാണ് ഏറ്റവും വലിയ വിജയം. ഏത് പ്രതിസന്ധിയിലും എനിക്ക് കൃത്യമായി പറഞ്ഞാൽ ഞാൻ മതവിശ്വാസി ആണ്. പിന്നെ എന്ത് പ്രതിസന്ധിയിലും പിന്നെ ആ ബോർഡറിന്റെ അപ്പുറം ഞാൻ പോകാറില്ല. ഒരു മതവിശ്വാസത്തിന്റെ ഒരു ബോർഡർ ഉണ്ടാവുമല്ലോ, പിന്നെ അതായത് ജീവിതചര്യ, അതിൻ്റെ അപ്പുറം ഞാൻ ഒരിക്കലും പോകാറില്ല. അതിന് പിന്നെ അത് ഒപ്പം എൻ്റെ ഇപ്പോൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വൈഫ് എൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ്. എനിക്ക് അത് വല്ലാത്ത ഭാഗ്യമാണ്. ഒന്ന്. രണ്ടാമത്തേത് പിന്നെ ഇതിലേക്ക് വന്നതാണെങ്കിൽ പോലും എൻ്റെ കുട്ടികളെ ഇന്ന് എന്നേക്കാൾ കൃത്യമായിട്ട് ആ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. അതിന് ഞാൻ ആ ഒരു ഭാഗം നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. കാരണം കൃത്യമായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതെന്നെ സംബന്ധിച്ച് ഇതൊക്കെ എൻ്റെ ഇതൊക്കെ എൻ്റെ പ്രതിസന്ധികളായിരുന്നു ആദ്യം. ഇതൊക്കെ മറികടക്കാൻ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, എൻ്റെ ജീവിതത്തിലൊന്ന് മറികടക്കാൻ കഴിഞ്ഞ കുറേ കാര്യങ്ങളാണ്. ഒന്ന്, അൽഹംദുലില്ലാഹ്, ഈ പറഞ്ഞ ഒരു ആദ്യത്തെ ജോലി വന്നു, ഒരു 6 വർഷം 4-ാമത്തെ വർഷം അൽഹംദുലില്ലാഹ് എനിക്ക് എൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 2 വർഷം കഴിഞ്ഞ് എനിക്ക് വീട് എന്ന സ്വപ്നം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ആദ്യം ഞാൻ വാങ്ങിയത് 300 ഇപ്പം എന്തുണ്ടെങ്കിലും അതിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മളെ ഒരു സ്വപ്നമുണ്ടല്ലോ, പിന്നെ എപ്പോഴും ഉയർച്ചയിലേക്ക് മാത്രം നോക്കിയാൽ നമുക്കിവിടെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവില്ല.
നമ്മൾ താഴെ കയറി നോക്കണം. അപ്പം നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോഴാണ് നമുക്ക് ആഗ്രഹങ്ങൾ കൂടുക. തീർച്ചയായും. ഇപ്പം നമ്മൾ ഈ ബിസിനസ് ലെവലിൽ നിന്നും അതിനെ പോലെ ബിസിനസ് ആകെ നോക്കുമ്പോൾ നമുക്കൊന്നും അതിലേക്ക് എത്തിയില്ലല്ലോ, അല്ലെങ്കിൽ ഓട്ടം ഉണ്ടാവുക. പക്ഷേ നമ്മൾ നോക്കേണ്ടത് താഴെ, എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ നോക്കേണ്ടത് താഴേക്കാണ്. ഈ കഴിഞ്ഞു പോയ ഈ കുറേ കാലത്തെ പ്രവാസ ജീവിതം ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിലുപരി സന്തോഷവും നൽകിയ വർഷങ്ങളാണ് കടന്നുപോയത്. 2017 ഒരുപാട് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റ് നമ്മൾ വരുന്നുണ്ട്. പിന്നെ ഉമ്മുൽ കോയിൻ റാസ കൈമ 2 പ്രൊജക്റ്റ് നമ്മളെ ഏപ്രിൽ പിന്നെ സെപ്റ്റംബർ മാസങ്ങളിൽ ഇൻഷാല്ലാ ലോഞ്ച് ചെയ്യാൻ ലേശം പ്രൊജക്റ്റുകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം കൂടെ ഇതിനെ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഇതിൻ്റെ ഒരു പിന്നെ നമ്മൾ പിന്നെ ഒരു പുതിയ ഒരു സിസ്റ്റം നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഒരു പിന്നെ മേഖല, ഇപ്പോൾ ഇതുവരെ നമ്മൾ ബിസിനസ് സൊല്യൂഷൻസ് മാത്രമാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഇനിയൊന്നും മേഖല ഒന്നും കൂടി ആഡ് ചെയ്യുക, അതായത് നമ്മളുമായി റിലേറ്റഡ് ആയ സംഗതിയാണിത്. പിന്നെ ഒരു ട്രാവൽ ആൻഡ് ടൂറിസം, പിന്നെ അതിലേക്ക് മാക്സിമം പിന്നെ നമ്മൾ വ്യത്യസ്ത മേഖല ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ഹോളിഡേ പാക്കേജസുകൾ, നാട്ടിലേക്കുള്ള അറബ്സ് ടൂൾസുകൾ, പിന്നെ അതുപോലെ ഉംറ പാക്കേജസ്, ഹജ്ജ് പാക്കേജസ്, ഇതുപോലത്തെ ബന്ധപ്പെട്ട ഒരു വലിയ പ്രൊജക്റ്റ് തന്നെയാണ് നമ്മൾ ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്യാൻ. 2017 ഓൾറെഡി അതിൻ്റെ ലൈസൻസിങ് വർക്കുകൾ സംഗതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2017 ഞങ്ങൾ ഇൻഷാല്ലാ സ്റ്റാർട്ട് ചെയ്തു. ജീവിതം എന്ന് പറയുന്ന വലിയൊരു യാത്രയാണ്. നമ്മുടെ ടൈറ്റിലിൽ പറയുന്ന ഒരു സഫലമീ യാത്ര. ഇതുവരെയുള്ള യാത്ര സഫലമാണോ? അൽഹംദുലില്ലാ. ഇനി മുന്നോട്ടുള്ള യാത്രയും ഒരുപാട് സഫലമാകട്ടെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം റിയാദ് ഇതിന് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അഭിമുഖം അനുവദിച്ചത്. താങ്ക് യു വെരി മച്ച്.